പീപ്പിൾ ടിവി ഇംപാക്ട്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് എസ് പി കെ മധുവിനെ ചുമതലപ്പെടുത്തി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറി DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യത ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP KG സൈമന്റെ നിലപാട്. എന്നാൽ ദിനംപ്രതി ഉയരുന്ന വെളിപ്പെടുത്തലുകൾ മുമ്പ് പരിശോധിച്ചതാണോ എന്നാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് ആരായുന്നത്. ബിജു രമേശ് അടക്കമുള്ളവർ തങ്ങളുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നില്ല എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. എന്നാൽ ഈ ആരോപണം ക്രൈംബ്രാഞ്ച് SI സഹദേവൻ നിഷേധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉയർന്നുവരുന്ന ആരോപണങ്ങൾ വീണ്ടും പരിശോധിക്കണമെങ്കിൽ തുടരന്വേഷണം തന്നെ വേണ്ടിവരും. എന്നാൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടരന്വേഷണം പ്രഖ്യാപിക്കാമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് ശ്രദ്ധയിൽ വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഞാനൊരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അത് പരിശോധിക്കുകയാണ്. പുതിയ റെലവേഷൻസ് ഉണ്ടോ, അതോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണോ, ഇവരുടെ എല്ലാവരുടെയും മൊഴി പണ്ടെടുത്തിട്ടുള്ളതാണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തുറന്ന മനസ്സാണ്. അതിനിടെ വെള്ളാപ്പള്ളിക്കെതിരെ VS നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ DGPക്ക് നിർദ്ദേശം നൽകി. പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ വായ്പയ്ക്കെടുത്ത തുകകൾ കൂടിയ പലിശയ്ക്ക് SNDP ശാഖകൾ വഴി വിതരണം ചെയ്തു എന്ന ആരോപണമാണ് പോലീസ് അന്വേഷിക്കുക. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിനാവും ഇതിൻ്റെ അന്വേഷണ ചുമതല. സ്വാമിയുടെ മരണം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് SP PK മധുവിനോട് ഉന്നതങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള രഹസ്യ ഫയലുകൾ മുഴുവനും പരസ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി. നേതാജിയുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. മറ്റു രാജ്യങ്ങളുടെ കൈവശമുള്ള ബോസിന്റെ വിവരങ്ങളടങ്ങിയ ഫയലുകൾ പരസ്യപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെടും. 70 വർഷം മുമ്പ് നടന്ന നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള രഹസ്യ ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നേതാജിയുടെ കുടുംബാംഗങ്ങൾ ദില്ലിയിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്വിറ്ററിലൂടെയാണ് നേതാജിയുടെ തിരോധാനത്തിന് കൂടുതൽ വ്യക്തത വരുത്തിയേക്കുന്ന രഹസ്യ ഫയലുകൾ പുറത്തുവിടുമെന്ന് മോദി അറിയിച്ചത്. നേതാജിയുടെ ജന്മദിനമായ ജനുവരി 23-ന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള 130 ഫയലുകളിലെ ആദ്യ ഭാഗം പരസ്യപ്പെടുത്തും. റഷ്യയുടെ കൈവശമുള്ള നേതാജിയുടെ വിവരങ്ങളടങ്ങിയ ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്ന് ഡിസംബറിൽ റഷ്യ സന്ദർശിക്കുന്ന വേളയിൽ ആവശ്യപ്പെടുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. നേതാജിയുടെ രഹസ്യ വിവരങ്ങൾ കൈവശമുള്ള അമേരിക്ക, ജപ്പാൻ, ചൈന, സിംഗപ്പൂർ, UK, മലേഷ്യ രാജ്യങ്ങൾക്ക് ഫയലുകൾ പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച 64 രഹസ്യ ഫയലുകൾ സെപ്റ്റംബർ 18-ന് മമതാ ബാനർജി സർക്കാർ പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മനുഷ് ശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴുമൊക്കെ ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാൻ എന്നും ഒരു തലവേദനയായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ലാദൻ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞത് ഭരണകർത്താക്കളുടെ അറിവോടെയായിരുന്നുവെന്ന് മുൻ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തൽ നടത്തിയതോടെ പാകിസ്ഥാൻ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ്. അൽ-ഖയ്ദ തലവനായിരുന്ന ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെടുന്നതിന് മുൻപ് പാകിസ്ഥാനിൽ ഒളിവിൽ കഴിഞ്ഞത് ഭരണകർത്താക്കൾക്ക് അറിയാമായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. മുൻ പ്രതിരോധ മന്ത്രി ചൗധരി അഹമ്മദ് മുക്താറാണ് പാകിസ്ഥാനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ലാദൻ കൊല്ലപ്പെട്ട് 4.5 വർഷക്കാലത്തിനിടെ ഇതാദ്യമായാണ് പ്രധാന നേതാക്കളിൽ ഒരാൾ എല്ലാം പാകിസ്ഥാന്റെ അറിവോടെ ആയിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. മുൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, ചാരസംഘടനയായ ISI, അന്നത്തെ കരസേനാ മേധാവി അഷ്ഫാഖ് പർവേഷ് ഖയാനി, ഇന്റലിജൻസ് മേധാവി തുടങ്ങിയവർക്കെല്ലാം ലാദൻ അബോട്ടാബാദിൽ ഒളിച്ചു കഴിയുന്നുണ്ടെന്ന വിവരം അറിയാമായിരുന്നുവെന്ന് ചൗധരി അഹമ്മദ് മുക്താർ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഒരു പാകിസ്ഥാൻ ഏജന്റാണ് ലാദന്റെ അബോട്ടാബാദിലെ ഒളിത്താവളത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് വിവരം കൈമാറിയതെന്ന് സെയ്മോർ ഹേഷ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതുവരെ ലാദൻ ഒളിച്ചു കഴിയുന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് നാളിതുവരെ പാക് ഭരണകർത്താക്കൾ ആവർത്തിച്ചിരുന്നത്. 2011 മെയ് 2-നാണ് അമേരിക്കൻ വ്യോമസേന ലാദനെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്.
വന്യജീവികളുടെ ചിത്രങ്ങൾ എക്കാലത്തും ആരാധകരെ ആകർഷിച്ചിട്ടുള്ളവയാണ്. കാനഡയിലെ വാപ്സക് ദേശീയ പാർക്കിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. 2 ചെന്നായ്ക്കൾ പോരടിക്കുന്നതിന്റെ ദൃശ്യം പകർത്തിയതിലൂടെ ഡോൺ ഗഡോസ്കി മികച്ച വന്യജീവി ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരവും നേടി. വന്യജീവികളുടെ വിവിധ ഭാവങ്ങൾ ആവിഷ്കരിച്ച ചിത്രങ്ങളിൽ നിന്നാണ് ഗഡോസ്കി മികച്ച ഫോട്ടോഗ്രാഫറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പരസ്പരം പോരടിച്ചു കൊലപ്പെടുത്തിയ ചെന്നായയുടെ കഴുത്തിൽ കടിച്ചുപിടിച്ചു പോകുന്ന കൂട്ടു ചെന്നായയുടെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇത്തരത്തിലെ ചിത്രം ലഭിക്കുന്നത് അപൂർവമാണെന്ന് വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ചിത്രമെന്നും അവർ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ തീരത്ത് നിന്ന് ഓസ്ട്രേലിയൻ ഫോട്ടോഗ്രാഫറായ മൈക്കിൾ ഒ പകർത്തിയ സമുദ്രത്തിനടിയിലെ തിമിംഗലയുടെ ഫോട്ടോയ്ക്കാണ് 2ാം സ്ഥാനം. ചൈനയിലെ ഗിലിനിലുള്ള 7 സ്റ്റാർ പാർക്കിൽ കടുവകൾ നടത്തുന്ന പ്രകടനത്തിന്റെ ചിത്രത്തിലൂടെ ജർമ്മൻകാരനായ ബ്രിട്ട ജാഷൻസ്കി സിംഗിൾ ഇമേജ് ഫോട്ടോ ജേർണലിസ്റ്റ് പുരസ്കാരത്തിനും അർഹനായി. അർബൻ ഇമേജ് ശ്രേണിയിൽ UK-യിൽ നിന്നുള്ള റിച്ചാർഡ് പീറ്റേഴ്സിനെ എ ടെയിൽ ഓഫ് 2 ഫോക്സസ് എന്ന ചിത്രം അർഹനാക്കി. ഏറ്റവും പ്രായം കുറഞ്ഞ ഫോട്ടോഗ്രാഫർക്കുള്ള സമ്മാനത്തിന് 14-കാരനായ ഓൻഡ്രിച്ച് പീലാനേക്കും അർഹനായി. 100 രാജ്യങ്ങളിൽ നിന്നായി 42,000 എൻട്രികളാണ് മത്സരത്തിന് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അതുണ്ടായ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പെട്ടെന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ശീലമല്ലെങ്കിലും മൊബൈലിന്റെ ഈ ദൂഷ്യവശങ്ങളെക്കുറിച്ചുകൂടി ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ ചുരുക്കമാണ്. കാലദേശ ഭേദമില്ലാതെ ആശയവിനിമയം നടത്താൻ മൊബൈൽ ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ അധികമായാൽ മൊബൈൽ ഉപയോഗവും രോഗമാകാം എന്നാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ്. മൊബൈൽ മാനിയ എന്ന് വിശേഷിപ്പിക്കാവുന്നതുപോലെ എപ്പോഴും മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവർ അല്പം ശ്രദ്ധിച്ചാൽ നല്ലതാണെന്നാണ് അമേരിക്കയിലെ അസ്ഥിരോഗ വിദഗ്ധരുടെ അക്കാദമി അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ സമയം മൊബൈലിൽ സംസാരിക്കുന്ന പ്രവണത മൊബൈൽ ഫോൺ എൽബോ എന്ന രോഗമുണ്ടാക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ അവസ്ഥയിൽ കൈമുട്ട് മുതൽ വിരലുകൾ വരെ തരിപ്പുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടാകാം. കൈമുട്ടുകൾ വളരെ നേരം മടക്കി വച്ചിരിക്കുന്നതിനാൽ ഒരു പ്രധാന ഞരമ്പിന് തകരാറും സംഭവിച്ചേക്കാം. കൂടുതൽ നേരം ഒരേ രീതിയിൽ കൈ മടക്കി വെച്ചുകൊണ്ട് മൊബൈലിൽ സംസാരിക്കുന്നത് വഴി മോതിരവിരലിനെയും ചെറുവിരലിനെയും നിയന്ത്രിക്കുന്ന ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുകയും അതുവഴി കൈമുട്ടുകൾക്ക് വിട്ടുമാറാത്ത അതികഠിനമായ വേദന ഉണ്ടാവുമെന്നുമാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ഡോറുകൾ തുറക്കാനോ എഴുതാനോ പോലും സാധ്യമാവാതെ കൈമുട്ടിൽ വേദനയുമായി എത്തുന്നവർക്ക് മൊബൈൽ ഫോൺ എൽബോ ബാധിച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത്തരം അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനായി ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന അവസരത്തിൽ കൈകൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഏക പ്രതിവിധിയെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്. സ്മാർട്ട് ഫോൺ ആയാലും സ്മാർട്ട് വാച്ച് ആയാലും ലാപ്ടോപ്പ് ആയാലും നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ചാർജ് ചെയ്യുക എന്നത്. ഒരേ സമയം ഇതിലെല്ലാം ചാർജ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ പറയുകയും വേണ്ട, ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇനി വിഷമിക്കേണ്ട, എല്ലാം ഒരേ സമയം വയർലെസ് ആയി ചാർജ് ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ. വ്യത്യസ്ത ബ്രാൻഡുകളുടെ വ്യത്യസ്ത ഉപകരണങ്ങൾ ഈ യൂണിവേഴ്സൽ ചാർജർ വഴി ഒരേ സമയം ചാർജ് ചെയ്യാം. വയർലെസ് ആണെങ്കിലും ഓരോ ഉപകരണവും സപ്പോർട്ട് ചെയ്യുന്ന വയർലെസ് സ്റ്റാൻഡേർഡോ ഫ്രീക്വൻസിയോ ഇതിന് തടസ്സമാകില്ല. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയോഗയിലെ ഗവേഷകരാണ് ഈ യൂണിവേഴ്സൽ ചാർജർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതുവരെ ഇത്തരത്തിലൊരു ഉപകരണം ഇറങ്ങിയിട്ടില്ലെന്ന് സർവകലാശാലയിലെ പ്രൊഫസർ പാട്രിക് മേഴ്സിയർ പറയുന്നു. ഇത്രയും ഉയർന്ന കാര്യപ്രാപ്തിയിൽ 2 വ്യത്യസ്ത ഫ്രീക്വൻസിയിൽ ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന ഉപകരണം ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടില്ല. യൂണിവേഴ്സൽ വയർലെസ് ചാർജർ മറ്റൊരു പ്രധാന പ്രശ്നവും ഇല്ലാതാക്കുന്നുണ്ട്. നിലവിലെ വയർലെസ് ചാർജർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ യൂണിവേഴ്സലിനുണ്ടാകില്ല. ഒരേ സ്റ്റാൻഡേർഡിലുള്ള ഉപകരണങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നതാണ് QI, പവർമാറ്റ്, റീസൺസ് എന്നീ വയർലെസ് ചാർജറുകളുടെ പ്രധാന പ്രശ്നം. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് യൂണിവേഴ്സൽ ചാർജർ വികസിപ്പിച്ചെടുക്കുന്നതെന്ന് പാട്രിക് മേഴ്സിയർ പറയുന്നു. ഇത് യൂണിവേഴ്സലാണ്, മാത്രവുമല്ല ഏത് സ്റ്റാൻഡേർഡിലുള്ള ഉപകരണവും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റാൻഡേർഡിലുള്ള ഉപകരണമാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. നിലവിൽ QIയും പവർമാറ്റും 200 kHz ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുക. ഇതിനപ്പുറത്തേക്ക് ഫ്രീക്വൻസി ലഭിക്കില്ല. റീസൺസ് അല്പം കൂടി കൂടുതലാണ്. 6.78 MHz ആണ് ഫ്രീക്വൻസി. എന്നാൽ യൂണിവേഴ്സൽ അങ്ങനെയല്ല. ഏത് ഫ്രീക്വൻസിയിലും ചാർജർ പ്രവർത്തിക്കും. ഇത് ഒരേ സമയം വിവിധ ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്നതാണെന്ന് പാട്രിക് മേഴ്സിയർ പറയുന്നു. ഇതിനായി ഒരു ചാർജിംഗ് പ്ലാറ്റ്ഫോമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് എല്ലാ പവർ സ്റ്റാൻഡേർഡുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീക്വൻസി ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കും. ഗവേഷകർ ഇതിന് പേറ്റന്റായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്.
ട്രാക്ക് വിട്ട് കാട്ടിലേക്ക് ഒരോട്ടം 2015 ജംഗിൾ മാരത്തോണിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മത്സരം കാട്ടിലായിരുന്നെങ്കിലും അമേരിക്കക്കാരും കാനഡക്കാരും ഒക്കെ കൂടി മത്സരം അങ്ങ് ഗംഭീരമാക്കി. മഴക്കാടുകൾ താണ്ടി കാട്ടുനദികൾ നീന്തിക്കടന്ന് അനാക്കൊണ്ടകളെ തരണം ചെയ്ത് അപകടകാരികളായ പിരാന മത്സ്യങ്ങളെ മറികടന്ന് ബ്രസീലിയൻ കാടുകൾ മുറിച്ചു കടന്നൊരു മാരത്തോൺ. അതിസാഹസികരുടെ വന്യമായ സ്വപ്നങ്ങളിൽ മാത്രമുള്ളൊരു മാരത്തോൺ. അങ്ങനെയൊന്ന് ബ്രസീലിലുണ്ട്. ബ്രസീലിലെ തപജോസ് വനാന്തരങ്ങളിലൂടെ. ആമസോൺ വനാന്തരങ്ങളിലൂടെ 254 കിലോമീറ്റർ താണ്ടിയാണ് മാരത്തോൺ പൂർത്തിയാവുക. ന്യൂസിലൻഡ്, കാനഡ, USA, ജപ്പാൻ, ജർമ്മനി, ഓസ്ട്രേലിയ, UK, ലാത്വിയ, സ്ലോവേനിയ, സ്പെയിൻ, പിന്നെ ആതിഥേയരായ ബ്രസീൽ, ഇവിടെ നിന്നെല്ലാം പങ്കാളിത്തമുണ്ടാകും. പുരുഷന്മാരിൽ ഇത്തവണത്തെ ജേതാവ് ജർമ്മനിക്കാരനായ തോമസ് വീറ്റക്കാണ്. 40 മണിക്കൂറും 10 മിനിറ്റും എടുത്തായിരുന്നു തോമസ് മാരത്തോൺ പൂർത്തിയാക്കിയത്. വനിതകളിൽ സ്ലൊവേനിയക്കാരിയായ അൽമോ വിറ്റാലും. ന്യൂസ് ഡെസ്ക്.